നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മോള് ചീരുവിന്റെ മക്കളോടൊപ്പം കളിക്കുക. 5 മണിക്ക് കമ്പനി അടച്ചാ പിന്നെ രഘുവേട്ടൻ എന്താ അവിടെ പണി? കുറച്ചു നേരത്തെ വീട്ടിലേക്ക് വന്ന കുറച്ചു സമയം രഘുവേട്ടന് എന്റെയും മോളുടെയും കൂടെ ചെലവഴിച്ചൂടെ? എന്റെ അമ്പിളി, ഞാൻ മനഃപൂർവ്വം താമസിച്ചെത്തുന്നതല്ല. ദാസങ്ങൾ ഇപ്പഴാ വീട്ടിലേക്ക് പോയത്. എടി, ബിസിനസ് ഒന്ന് പച്ച പിടിക്കാൻ ബാക്കിയെല്ലാം മാറ്റിവെച്ച് നമ്മൾ ഇതിന്റെ പുറകെ ഓടിയേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ ഞാനും രഘുവേട്ടനൊപ്പം കമ്പനിയിൽ വരാം. എനിക്കും അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവുമല്ലോ. എടി, ചീരുവിന്റെ ഡെലിവറി അടുത്ത് നിൽക്കുമ്പോ നീ ഇവിടുന്ന് വീട് വിട്ട് മാറി നിന്നാ എങ്ങനെയാ അമ്പിളി ശരിയാവുന്ന? പോരാത്തന്നെ കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. കൂട്ടത്തിൽ നമ്മളെ ലച്ചുമോളും ഇല്ലേ? ലച്ചുമോളെ വേണമെങ്കിൽ നമുക്ക് കമ്പനിയിലേക്ക് പോകുമ്പോ കൂടെ കൊണ്ടുപോകാം. അച്ഛനും ബാനുവും ഇവിടെ ഉണ്ടല്ലോ. എന്തെങ്കിലും അത്യാവശ്യം വന്നാ നമ്മളെ വിളിച്ചാൽ നമുക്ക് ഓടി വരികയും ചെയ്യാം. എടി, നീ ഇപ്പൊ വന്നാലും കമ്പനിയിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനല്ല. ഇപ്പോഴാണെങ്കിൽ ശബരി കൊണ്ടുവന്ന പുതിയ ഓർഡറിന്റെ കാര്യങ്ങൾക്കും മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാനും മറ്റുമൊക്കെ എനിക്ക് പുറത്തു പോകേണ്ടി വരും. അപ്പൊ പിന്നെ രഘുവേട്ടന്റെ സീറ്റ് ഒഴിവായിരിക്കുമല്ലോ. ഞാൻ അവിടെ ഇരിക്കാം. കമ്പനിയിൽ വരുന്ന കോളൊക്കെ അറ്റൻഡ് ചെയ്തോളാം. എനിക്ക് പ്രശ്നമൊന്നുമില്ല. ശരി, നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. ആ വിനയൻ എപ്പോഴാ പോയെ? അമ്മാവനവനെ കണ്ടായിരുന്നോ? അച്ഛനെ കാണാതെ അവൻ പോവില്ലല്ലോ. ചീരു പക്ഷെ ഉടക്കി തന്നെയാ. അവൻ പഠിച്ച പണി മുഴുവൻ നോക്കിയിട്ടും അവൾ അവന് മുഖം കൊടുക്കാൻ തയ്യാറായില്ല. അവൻ വീണ്ടും അവൾക്കൊരു തലവേദന ആവാനാ സാധ്യത. ചീരുവിന്റെ ഡെലിവറി ടൈമിൽ അവൻ എന്തായാലും ഹോസ്പിറ്റലിൽ വരാതിരിക്കില്ലല്ലോ. അവനോട് വരാൻ പാടില്ലെന്ന് ആർക്കും പറയാനും പറ്റില്ല. എന്താ ചെയ്യാ? തൊണ്ടയിൽ പഴുത്താ വിഴുങ്ങാനല്ലേ പറ്റൂ. ഹോസ്പിറ്റലിൽ അവൻ വന്നാ സഹിക്കുക തന്നെ. ഡെലിവറി കഴിഞ്ഞ ചീരുവിനെയും കുഞ്ഞുങ്ങളെ അച്ഛൻ പഞ്ചരത്നത്തിലേക്ക് കൊണ്ടുപോകും. പിന്നെ വിനീനെ കൊണ്ട് വലിയ ശല്യം ഉണ്ടാവില്ല. ഞാനൊന്ന് കുളിക്കട്ടെ, നീ കഴിക്കാനെടുത്തു. ലതികേ, ദാവം വരുന്നുണ്ട്. എവിടെയായിരുന്നു വിനയ നീ ഇതുവരെ? മനുഷ്യനെ തീതേറ്റിക്കാൻ തന്നെയാണോ നിന്റെ പുറപ്പാട്? വലിയ ടെക്നീഷ്യനാണത്രേ. വിളിക്കാൻ കയ്യിലൊരു ഫോണില്ല. ഇവിടെയുള്ള ഏതെങ്കിലും പഴയൊരു ഫോൺ റെഡിയാക്കി കയ്യിൽ വെച്ചുകൂടെ വിനയ നിനക്ക്? 1.5 ലക്ഷം രൂപയുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരുന്നവനാ മാമാൻ. അതടക്കവാ ഗൾഫിൽ നിന്നെ ചയച്ചവന്മാരെ അടിച്ചോണ്ട് പോയത്. ഓട്ടടാ, നീ ഗൾഫിൽ പോയാ 50 ലക്ഷത്തിന്റെ കാറ് വാങ്ങുന്നു പറഞ്ഞല്ലേ നിന്റെ ബൈക്ക് വിറ്റത്? എന്നിട്ട് നീ എന്താ ഇപ്പോ ഈ വള്ളി പൊട്ടാറായ ചെരുപ്പ് ഇട്ടുകൊണ്ട് നടക്കുന്നത്? ഗതികേട് അല്ലാതെ എന്ത് പറയാൻ? നീ കുടിച്ചിട്ടുണ്ടോ? കുറച്ച്. ഒരു ഫ്രണ്ടിനെ കണ്ടു. അവൻ വിളിച്ചപ്പോ അങ്ങ് പോയി. കുടിക്കാൻ വേണ്ടിയൊന്നുമല്ല, നല്ല വിശപ്പുണ്ടായിരുന്നു. ഈ മദ്യത്തിന്റെ കൂടെ വല്ലത് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാ പോയത്. നീ ചീരുവിന്റെ മക്കളെ കാണാൻ പോയോ? മക്കളെ കണ്ടു. പക്ഷെ അവൾ എന്റെ മുന്നിലേക്ക് വന്നില്ല. അനന്തമാഷുണ്ടായിരുന്നോ? മാമനും അമ്മയും പറഞ്ഞതാ ശരി. അദ്ദേഹം രക്ഷിച്ചത് ഞാൻ വിചാരിച്ചതുപോലെ എന്നെ അവളെയും